ഫൈനലിൽ കണ്ടത് സ്പെയിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമാണ്. ചില ദുർബലതകൾ അർജന്റീനയ്ക്ക് തുടക്കം മുതലേ ഉണ്ടായെന്ന് നമ്മുടെ അൽവാസ്തി പറഞ്ഞതുപോലെ. അത് പക്ഷേ നമ്മൾ അവസാന നിമിഷം ഇവർ ആഞ്ഞ് കമ്പാക്ക് നടത്തുമ്പോഴേക്കും നമുക്ക് ആ ദുർബലതകൾ ആഞ്ഞ് പറയാൻ നമുക്ക് പറ്റിയില്ല. ഇക്കുറിയും തുടർ ഭരണം എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. അപ്പോൾ അർജന്റീനയ്ക്ക് പറ്റിയത് എന്താണ് എന്നൊരു ചെറിയ പാക്കേജാണ്. സമ്മർദ്ദങ്ങളില്ലാത്ത അർജന്റീന, ഇതായിരുന്നു ലോകകപ്പിന് മുമ്പുള്ള ടാഗ്ലൈൻ. അൾജീരിയക്കെതിരെ അതിനൊത്ത പ്രകടനവും പുറത്തെടുത്തു. ഓസ്ട്രിയയും ജോർദാനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തിയെങ്കിലും പിന്നെ കണ്ടത് അർജന്റീന പതറുന്നതായിരുന്നു. ദുർബലരായ കേപ്പ് വെർദയ്ക്കെതിരെ കടന്നുകൂടി. ഈജിപ്തിനെതിരെ ഒന്ന് വിറച്ചെങ്കിലും മാസ് കംബാക്കിലൂടെ ക്വാർട്ടറിലേക്ക്. അവിടെയും ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനമില്ല. സ്വിറ്റ്സർലൻഡിനെതിരെ എക്സ്ട്രാ ടൈമിലായിരുന്നു വിജയ ഗോൾ. സെമിയിൽ എതിരാളി ഇംഗ്ലണ്ടായിരുന്നു. വീണ്ടും പിന്നിൽ നിന്ന് പൊരുതിക്കയറി ഫൈനൽ പ്രവേശനം. എന്നാൽ കലാശപ്പോര് അർജന്റീനയുടെ ദൗർബല്യം ഒന്നൊന്നായി തുറന്നു കാട്ടുന്നതായിരുന്നു. നോക്കൌട്ട് സ്റ്റേജുകളിൽ കണ്ട മധ്യനിരയിലെയും പ്രതിരോധത്തിലെയും പിഴവുകൾ സ്പെയിനിനെതിരെയും ആവർത്തിച്ചു. സ്പാനിഷ് പടയുടെ പന്തടക്കത്തിന് മുന്നിൽ അർജന്റീന അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരായി. മെസ്സിയെ കൃത്യമായി മാർക്ക് ചെയ്തതോടെ മുന്നേറ്റ നിരയുടെ മുനയൊടിഞ്ഞു. തുടക്കം മുതലേ പരുക്കൻ കളി പുറത്തെടുത്തതോടെ എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടിയും വന്നു. ലിസാൻഡ്രോ മാർട്ടിനസിനും ക്രിസ്ത്യൻ റൊമേറയ്ക്കും പരുക്കേറ്റതോടെ അർജന്റീനിയൻ ഗോൾ മുഖത്ത് സ്പെയിൻ ആക്രമണം കടുപ്പിച്ചു. പല ഘട്ടങ്ങളിലും രക്ഷകനായത് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മത്സരത്തിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അർജന്റീനയ്ക്ക് തൊടുക്കാനായില്ല. ഒടുവിൽ അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസിലൂടെ സ്പെയിൻ ലോക ജേതാക്കൾ. 4ാം ലോക കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ മെസ്സിക്കും സംഘത്തിനും കണ്ണീരോടെ മടക്കം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.